നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളുമായി ഗൾഫ് ടുഡേ ആരംഭിക്കുകയാണ്. ഞാൻ അമൃത പണിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ ഗുരുതരമായ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. സംഘർഷം വർദ്ധിക്കുന്നതിലും സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇറാൻ പ്രസിഡന്റുമായുള്ള പ്രധാനമന്ത്രിയുടെ സംസാരം ഇത് എപ്പോഴായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്? അമൃത, പ്രധാനമായും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായിട്ടുള്ള ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ ചർച്ചയായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഇന്ത്യ പ്രകടിപ്പിച്ചിരിക്കുന്നത് വലിയ ആശങ്കയാണ്. ഈ സംഘർഷം മൂലം ഉണ്ടാകുന്ന സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, ഒപ്പം തന്നെ ആ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. ഒപ്പം തന്നെ മേഖലയിലെ ഗുരുതരമായ സ്ഥിതിഗതികൾ ഇരുവരും ചർച്ച ചെയ്തു. മാത്രമല്ല, ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ഈ ചരക്കുകളുടെ തടസ്സമില്ലാത്ത ഗതാഗതത്തിനുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന കാര്യം എന്നതുകൂടി പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അത് വീണ്ടും ആവർത്തിച്ചു. നയതന്ത്ര സംഭാഷണങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു സംഭാഷണത്തിൽ ഭാഗമായി എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി 9 രാഷ്ട്ര നേതാക്കളോടാണ് സംസാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സംഭാഷണങ്ങൾ. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താമസ വിസ കഴിഞ്ഞവർക്ക് ഇളവുമായി UAE. ഫെബ്രുവരി 28-ന് ശേഷം താമസ വിസയുടെ കാലാവധി പിന്നിട്ടവർക്ക് മാർച്ച് 31-നകം തിരിച്ചുവരാം. വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, ഈ ഇളവ് ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക? അമൃത, പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് താമസ വിസ കഴിഞ്ഞവർക്ക് UAE-ലേക്ക് തിരിച്ചു വരാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നു. ഈ ഫെബ്രുവരി 28-ന് ശേഷം താമസ വിസയുടെ കാലാവധി പിന്നിട്ടവർക്കാണ് ഈ അവസരം ലഭിക്കുക. മാർച്ച് 31-നകം തിരിച്ചു വരാം എന്നുള്ള ഒരു ഡെഡ് ലൈൻ ആണ് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 2 ആഴ്ച കൂടുതൽ സമയം ലഭിച്ചുകൊണ്ടുള്ള ഒരു നീണ്ട ഡെഡ് ലൈൻ തന്നെയാണ്. ഈ ഫെബ്രുവരി 28-നാണ് ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങിയത്. അതിന് പിന്നാലെ ഈ വിമാന സർവീസുകളൊക്കെയും താറുമാറായി, വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. അങ്ങനെ നാടുകളിൽ കുടുങ്ങിപ്പോയവർക്ക് ഇപ്പോൾ തിരിച്ചു വരാനൊരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഇത്തരത്തിൽ നാട്ടിലേക്ക് ഈ ഗൾഫിലേക്ക് മടങ്ങി വരാനായിട്ട് ഈ ഒരു ഇളവിലൂടെ കഴിയും. അത് തിരിച്ചു വരാനായി പുതിയ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടതില്ല. ഒപ്പം തന്നെ സേവനമൊക്കെ സൗജന്യമായിരിക്കും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്ലാൻ ചെയ്ത് തിരിച്ച് UAE-യിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ വിസയുടെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് വെച്ച് നാട്ടിൽ തുടരേണ്ടതില്ല. അവർക്ക് UAE-യിലേക്ക് തിരിച്ചു വരാമെങ്കിൽ തിരിച്ചു വരാം. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഇത്തരത്തിൽ ഇളവുകൾ കൊണ്ടുവരും എന്നുള്ള അറിയിപ്പ് കൂടിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ആശ്വാസകരമായിട്ടുള്ള തീരുമാനമാണ് അമൃത. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ വിസിറ്റ് വിസയിലുള്ളവർക്ക് കാലാവധി നീട്ടി നൽകി ബഹ്റൈൻ ഗവൺമെന്റ്. ഇതനുസരിച്ച് ഫെബ്രുവരി 28-ന് ശേഷം ബഹ്റൈൻ വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയടക്കേണ്ടതില്ല. കൂടാതെ ബഹ്റൈൻ വ്യോമാതിർത്തി തുറന്നതിന് ശേഷം 1 മാസം വരെ പിഴയില്ലാതെ മടങ്ങാം. ബഹ്റൈനിലേക്ക് വരാൻ സാധിക്കാത്തവരുടെ വിസ കാലാവധി 3 മാസത്തേക്ക് നീട്ടി നൽകും. 40ഓളം ആക്രമണ ശ്രമങ്ങളാണ് സൗദിക്ക് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായത്. ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ സൗദി പ്രതിരോധ സേന തകർത്തു. അതേസമയം ഗൾഫ് മേഖലയിലെ ചരക്ക് ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമായി സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലെ തുറമുഖങ്ങൾ തുറന്നുകൊടുക്കാനും നീക്കമുണ്ട്. സൗദിക്ക് നേരെ ഇന്നലെ രാത്രിയും ഇന്നുമായി 40ഓളം തവണ ഡ്രോൺ മിസൈൽ ആക്രമണമുണ്ടായി. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ 3 തവണ മിസൈൽ ആക്രമണ ശ്രമമുണ്ടായി. ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് വന്നത് 8 ഡ്രോണുകളാണ്. കിഴക്കൻ പ്രവിശ്യയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ആക്രമണമുണ്ടായത്. 24 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെയും ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. ഇതുവരെ 220ഓളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായത്. അതേസമയം ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ തുടങ്ങിയവയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ബദൽ ചരക്ക് നീക്കത്തിന് സൗകര്യമൊരുക്കുകയാണ് സൗദി. സൗദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിദ്ദ, യാംബു തുറമുഖങ്ങൾ വഴി ചരക്ക് നീക്കം നടത്താനാണ് തീരുമാനം. സൗദിയുടെ മറ്റു ഭാഗങ്ങളുടെയും GCC രാജ്യങ്ങളുടെയും കണ്ടെയ്നറുകൾക്ക് ഈ പാത വഴിയൊരുക്കും.
പ്രതിവർഷം 1.7 കോടി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ തുറമുഖങ്ങൾക്കുണ്ട്. അതേസമയം യുദ്ധവുമായി ബന്ധപ്പെട്ട തെറ്റായ കാര്യങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ഇന്ത്യൻ ഡോക്ടർ സൗദിയിലെ ഹായിലയിൽ പിടിയിലായതായി റിപ്പോർട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രചരിപ്പിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിൽ തീപിടുത്തം. 2 നാവികർക്ക് പരിക്കേറ്റു. തീപിടുത്തമുണ്ടായ വിവരം US സെൻട്രൽ കമാൻഡ് Xലൂടെയാണ് അറിയിച്ചത്. തീ പൂർണ്ണമായും അടച്ചു. തീപിടുത്തം ആക്രമണം മൂലമല്ലെന്നും സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് നിലവിൽ ചെങ്കടലിലാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ് സഹായം നൽകുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഊർജ്ജ ലഭ്യത ഉറപ്പാക്കാൻ ഇറാന്റെ വിദേശമന്ത്രിയുമായി S ജയശങ്കർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ 9,000 ഇന്ത്യക്കാരുണ്ട്. ഇവരിൽ മടങ്ങാൻ ആഗ്രഹിച്ച് എംബസിയെ സമീപിച്ചവരെ ഇറാന്റെ കരയതിർത്തി കടക്കാൻ സഹായം നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചു. അർമേനിയയിലേക്കും അസർബൈജാനിലേക്കും കടക്കാനാണ് വഴിയൊരുക്കി നൽകുന്നത്. അവിടെ നിന്ന് ലഭ്യമായ വിമാനങ്ങളിൽ ഇന്ത്യക്കാർക്ക് മടങ്ങാം. ഹോമൂസ് കടലിടുക്ക് കടക്കാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകുന്നതിനെ സംബന്ധിച്ച് ചരക്ക് നീക്കവും ഇന്ത്യൻ ഊർജ്ജ സുരക്ഷയും സംരക്ഷിക്കാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അബ്ബാസ് അരക്ചിയുമായി സംസാരിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു. We are also assisting Indian nationals who wish to travel to Azerbaijan and Armenia and from there to take commercial flights to return home. We are assisting them with visas. We are also assisting them with land border crossings. പെട്രോളിയം ഉത്പന്നങ്ങൾ ലഭിക്കാനായി ഇന്ത്യയോട് ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് എന്നും അപേക്ഷ പരിശോധിക്കുകയാണെന്നും ജയ്സ്വാൾ അറിയിച്ചു. ഇറാന്റെ 3 കപ്പലുകളും ഇന്ത്യയിൽ നങ്കൂരമിടാൻ ഫെബ്രുവരി 28-ന് അപേക്ഷ തേടിയിരുന്നുവെന്നും മാർച്ച് 1-ന് ആവശ്യം അംഗീകരിച്ചിരുന്നുവെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കൊച്ചിയിലുള്ള ഐറിസ് ലബാന്റെ ജീവനക്കാരെ സംബന്ധിച്ച് പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 24 ഡൽഹി. ഒമാന്റെ രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ നിർണായക സാന്നിധ്യമായിരുന്ന ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദ് അന്തരിച്ചു. ഒമാന്റെ നവോത്ഥാന കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ രാജ്യത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു സയ്യിദ് ഫഹദ് എന്ന് അനുശോചന സന്ദേശത്തിൽ ദിവാൻ ഓഫ് റോയൽ കോട്ട അനുസ്മരിച്ചു. പുണ്യകാലമായ റമദാൻ മാസത്തെ ഒടുവിലത്തെ 10-ലെ ഓരോ ദിനരാത്രങ്ങളും വിശ്വാസികൾക്ക് ഇനിയേറെ ശ്രേഷ്ഠമേറിയതാണ്. ദൈർഘ്യമേറിയ രാത്രികാല നമസ്കാരങ്ങൾ കൊണ്ടും മസ്ജിദുകളിൽ ഭജനമിരുന്നും സൽക്കർമ്മങ്ങൾ ചെയ്തുമെല്ലാം പുണ്യം നേടുകയാണ് വിശ്വാസികൾ. കാരുണ്യത്തിന്റെ ആദ്യത്തെ 10-ലും പാപമോചനത്തിന്റെ 2ാം 10-ലും ആർജിച്ച ആത്മീയോർജ്ജം കൈമുതലാക്കി വിശ്വാസികൾ ഒടുവിലത്തെ 10-ലെ നരകമോചനത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നീങ്ങുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട ദിനരാത്രങ്ങൾ വിശിഷ്ടം, ഇനി വരാനുള്ളതോ അതിവിശിഷ്ടം. അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളിലേക്കാണ് ഇനി വിശ്വാസ ലോകം കടന്നു ചൊല്ലാനിരിക്കുന്നത്. ഓരോ ഒറ്റരാവുകളിലും വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അസുലഭ സുന്ദര മുഹൂർത്തങ്ങളാണ്. പാദം മുതൽ പ്രദോഷം വരെ വ്രതാനുഷ്ഠാനികളായി പള്ളിയിൽ ഭജനമിരുന്ന് വിശുദ്ധ ഖുർആന്റെ ഹത്തമുകളുടെ സഫര്യകൾ തീർത്ത് അള്ളാഹുവോട് അടുക്കുന്ന ആത്മീയ ഉത്കർഷേച്ഛ കൈവരിക്കുന്ന മനുഷ്യനെ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് പെരുത്ത് പ്രിയങ്കരമാണ്. ഗതകാലങ്ങളിൽ ചെയ്തു പോയ ദുശ്ചെയ്തികൾ ഏറ്റുപറഞ്ഞ് ക്ലീൻ കൺഫഷൻ നടത്തി സജല നയനങ്ങളോടെ റബ്ബിലേക്ക് അടുക്കുമ്പോൾ അവരുടെ വിനീത വിധേയത്വവും മറ്റും കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് മലക്കുകൾ വരുന്നത്. ആ കെട്ടകാലത്ത് യുദ്ധക്കൊതിയന്മാരുടെ യുദ്ധവെറി തീർന്നില്ലെങ്കിൽ, അവരുടെ യുദ്ധവെറിക്ക് അറുതി വന്നിട്ടില്ലെങ്കിൽ ലോകം വറുതിയുടെ കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതില്ലാതാവാൻ വേണ്ടി ഈ പവിത്ര ധന്യമായ ദിനരാത്രങ്ങളിൽ വിശ്വാസ ലോകം ഒന്നാകാം. ഈ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ശാന്തിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവാസ ലോകത്തുള്ളവർ പ്രത്യേകിച്ചും നാട്ടിലുള്ളവർ പൊതുവിലായും പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. ഒന്നിന് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മക്ക ഹറമും ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മദീന ഹറമും വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പള്ളികളും വീടുകളും ഇനി രാവ് പകലാകുന്ന വെളിച്ചമൊഴിയാത്ത ദിനരാത്രങ്ങളുടേതായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകളാൽ നാഥനോട് ഏറ്റുപറഞ്ഞ് പാപമോചനവും പരലോകമോക്ഷവും നരകമുക്തിയും സ്വർഗലബ്ധിയും നേടിയെടുക്കുകയാണ് വിശ്വാസികൾ. പ്രവാസ ലോകത്തെ ജീവിത തിരക്കുകൾക്കിടയിലും തങ്ങളിലേക്കെത്തിയ ഈ പുണ്യ നിമിഷാർത്ഥങ്ങളെ ആരാധനകൾ കൊണ്ട് പവിത്രധന്യമാക്കുകയാണ് പ്രവാസി വിശ്വാസികളും. ലോകത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതകളും
ആശങ്കകളുടെ കാർമേഘങ്ങളുമെല്ലാം പോയി മറയാനും നല്ല നാളേക്ക് വേണ്ടിയുമെല്ലാം വിതുമ്പുന്ന ചുണ്ടുകളാൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇവർ മനമൊരുകി പ്രാർത്ഥനയിൽ അലിയുകയാണ്. സുബൈറുദ്ദീൻ, 24 ദമാം. സൗദിയിൽ അബഹ OICC സെൻട്രൽ കമ്മിറ്റിയും അസീർ ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി തൊഴിലാളികൾക്കായി റമദാൻ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. അബഹയിലെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ജോലി നഷ്ടപ്പെട്ടതും ശമ്പളം ലഭിക്കാതെയും കഴിയുന്ന നഴ്സിനും ഭക്ഷ്യക്കിറ്റുകളും ഇഫ്താർ ഭക്ഷണങ്ങളും വിതരണം ചെയ്തു. അസീർ ഗവർണറേറ്റിന്റെ റമദാൻ ദിന പരിപാടിയായ അജ്വേദ് 4 പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്താണ് കിറ്റ് വിതരണം നടപ്പിലാക്കിയത്. എഞ്ചിനീയർ മുഷബാബ് അൽ ഖഹത്താനി ഉദ്ഘാടനം ചെയ്തു. OICC അബഹ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ, മനാഫ് പരപ്പിൽ, റോയ് മുത്തേടം, പ്യാരി ഷഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ സമ്മതപത്രം എന്ന പേരിൽ നോട്ടീസ് പതിച്ച സംഭവത്തിൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. സംഭവത്തിൽ കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉടൻ വിശദീകരണം നൽകണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടു. അതേസമയം ഡോക്ടർ ശിവപ്രസാദിന്റെ ആരോപണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് പൂർണ്ണമായും തള്ളി. കോന്നി മെഡിക്കൽ കോളേജിൽ പരിമിതികളുണ്ടെന്ന് പറഞ്ഞ നോട്ടീസ് പതിച്ച സംഭവത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ്. എന്നാൽ പരിമിതികൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിയുടെ പേരിൽ സർജറി ഒപിക്ക് മുമ്പിൽ നോട്ടീസ് പതിച്ചത് ചട്ടലംഘനമാണെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. ആരുടെയും നിർദ്ദേശമില്ലാതെ എന്തിന് ഡോക്ടർ ശിവപ്രസാദ് നോട്ടീസ് പതിച്ചു എന്ന ചോദ്യവും ആരോഗ്യവകുപ്പ് ഉന്നയിക്കുന്നു. അതിനിടെ ശിവപ്രസാദ് നോട്ടീസിലൂടെ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും തള്ളി സൂപ്രണ്ട് എ ഷാജി രംഗത്ത് വന്നു. ശിവപ്രസാദിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ, അപര്യാപ്തത ഉണ്ടെങ്കിൽ ഇവിടെ സൂപ്രണ്ടിനെ അറിയിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ അറിയിക്കാം, അല്ലെങ്കിൽ നമ്മളത് DMEക്കും മന്ത്രിക്കും അങ്ങനെ പോരായ്മകൾ പരിഹരിച്ചാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളി ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത. ഈ അപര്യാപ്തത ഇല്ലാഞ്ഞിട്ടാണോ ഈ കഴിഞ്ഞ വർഷങ്ങൾ 2500ഓളം ഓപ്പറേഷൻ, മൈനറും മേജറും ആയിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തി. സൂപ്രണ്ടോ പ്രിൻസിപ്പളോ അറിയാതെ ഇങ്ങനെ ഒരു പിന്നെ രോഗികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സമ്മതപത്രം എഴുതാനായിട്ട് പുള്ളിനെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. സൂപ്രണ്ട് എന്നുള്ളതിൽ ഞാനിപ്പോൾ മാഡത്തിനെ കണ്ട്, അപ്പോൾ മാഡം പറഞ്ഞ് അപ്പോൾ ഒരു മെമ്മോ ഇപ്പോൾ അടിച്ചു കൊടുക്കുകയാണ്. സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയ ആളാണ് ഡോക്ടർ ശിവപ്രസാദ്. ഇക്കാര്യം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ അറിയിച്ചതായും സൂപ്രണ്ട് പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി അവധിയിലായിരുന്ന ശിവപ്രസാദ് ഇന്ന് രാവിലെയോടെയാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. വിവാദത്തിന് പിന്നാലെ പരസ്യ പ്രതികരണത്തിന് ഡോക്ടർ ശിവപ്രസാദ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് UDF നേതൃത്വം. 24 പത്തനംതിട്ട. സംസ്ഥാനത്തെ പാചകവാതക ക്ഷാമം നേരിടാൻ നടപടിയുമായി സർക്കാർ. സിലിണ്ടറുകളുടെ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 50% ഹോട്ടലുകളെയാണ് പാചകവാതക ക്ഷാമം നിലവിൽ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. പാചകവാതക ക്ഷാമം നേരിടാൻ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകും. സംസ്ഥാനത്തിന് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ പകുതിയോളം ഹോട്ടലുകൾ ഗുരുതര ഭീഷണിയിലെന്നാണ് കണക്കുകൾ. പല ഹോട്ടലുകളും സിലിണ്ടർ സ്റ്റോക്ക് കഴിഞ്ഞതോടെ അടച്ചു. നാളെയോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പാചകവാതക ക്ഷാമം വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാന്റീനിൽ ഭക്ഷണ മെനു വെട്ടിക്കുറച്ചു. കൊച്ചി നഗരത്തിലെ ഹോസ്റ്റലുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. കേരളത്തിലെ കാറ്ററിംഗ് മേഖല അടച്ചുപൂട്ടലിലേക്കെന്നും സർക്കാർ ഇടപെടണമെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. വിവിധ ജില്ലകളിലെ പൊതുശ്മശാനങ്ങളെയും ക്ഷാമം കാര്യമായി ബാധിച്ചു തുടങ്ങി. 2 ചൂളയുള്ളതിൽ 1 ചൂള ആയിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നില്ല. അത് ഇപ്പം പ്രവർത്തനക്ഷമമല്ല. ഇലക്ട്രിക് ശ്മശാനവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. പിന്നെ ഗ്യാസിൽ കൊണ്ട് മാത്രം ഓടിപ്പോയ ഒരു സ്ഥാപനമാണ് ഇതും ഇപ്പോൾ നിലച്ച മട്ടാണ്. സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ ഇടതു യുവജന സംഘടനകൾ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചായിരുന്നു കോഴിക്കോട് ജില്ലയിലെ DYFI പ്രതിഷേധം. 24 തിരുവനന്തപുരം.
മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വാണിജ്യ LPG സിലിണ്ടർ വിതരണം തടസ്സപ്പെട്ടതോടെ രാജ്യത്ത് ഹോട്ടലുകൾ കൂട്ടമായി അടയ്ക്കുന്നു. നാളെയോടെ സ്ഥിതി ഇനിയും രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹോട്ടലുകൾക്ക് പുറമെ മറ്റ് മേഖലകളിലേക്കും പ്രതിസന്ധി വ്യാപിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ LPG സിലിണ്ടർ ബുക്കിംഗിന്റെ കാലാവധി 45 ദിവസമാക്കി നീട്ടിയിട്ടുണ്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണവും ഉത്പാദനവും തടസ്സപ്പെട്ടതോടെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി മൂന്നാം നാളിൽ അതീവ ഗുരുതരം. വൻ നഗരങ്ങളിൽ 100 കണക്കിന് ഹോട്ടലുകൾ താൽക്കാലികമായി അടച്ചെന്നാണ് റിപ്പോർട്ട്. മെനു മാറ്റിയും വെട്ടിച്ചുരുക്കിയും പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടിലാണ് മറ്റുള്ളവർ. രൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് ഓരോ ദിവസവും ഹോട്ടലുകൾ കടന്നു പോകുന്നത്. സിലിണ്ടർ കിട്ടാത്ത ഒരു നില വന്നതോടുകൂടി ഇവിടെ പൂർണ്ണമായും തന്നെ അടുപ്പിലേക്കും അതുപോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റൗവിലേക്കുമൊക്കെ മാറിയിരിക്കുകയാണ്. ഗ്യാസ് ഇല്ലാமல் கொஞ்சம் கஷ்டமாக தான் இருக்கு. அதனால நம்ம எல்லா பொருளும் கொடுக்க முடியல. இதை இருக்கிற பொருளை நம்ம அட்ஜஸ்ட் பண்ணி கொடுத்துட்டு இருக்கு. ബംഗളൂരു നഗരത്തിൽ 25% ഹോട്ടലുകളും അടച്ചുപൂട്ടി. 35,000 ഹോട്ടലുകളാണ് ആകെ നഗരത്തിലുള്ളത്. കരിഞ്ചന്തയിൽ സിലിണ്ടറുകൾക്ക് 5,000 മുതൽ 7,000 രൂപ വരെയെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഹോട്ടലുകൾക്ക് പുറമെ ഹോസ്റ്റലുകൾ, ക്യാന്റീനുകൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കും LPG പ്രതിസന്ധി വ്യാപിക്കുന്നെന്നാണ് റിപ്പോർട്ട്. പ്രതിസന്ധി മറികടക്കാൻ ഗ്രാമപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്കിംഗിന്റെ കാലാവധി 45 ദിവസമാക്കി വർദ്ധിപ്പിച്ചു. ആഭ്യന്തര LPG ഉൽപാദനം ഇന്ന് 28% വർദ്ധിപ്പിക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിസന്ധി തുടർന്നാൽ ഓൺലൈൻ ഭക്ഷണ ഡെലിവറി അടക്കം നിർത്തിവെക്കേണ്ടി വരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം. 6 പതിറ്റാണ്ട് കാലത്തെ CPIM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ മുതിർന്ന നേതാവ് G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി. CPIMന്റെ അനുനയ നീക്കങ്ങൾ തള്ളിയാണ് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന G. സുധാകരന്റെ പ്രഖ്യാപനം. രാഷ്ട്രീയ ജീവിതം വിവരിച്ചും പാർട്ടിയിൽ നിന്നുള്ള അവഗണനകൾ എണ്ണി പറഞ്ഞുമാണ് ആലപ്പുഴയിലെ വീട്ടിൽ രാവിലെ G. സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ദീർഘനാൾ CPIMന്റെ ശബ്ദമായിരുന്ന G. സുധാകരൻ ഇനി പാർട്ടിക്ക് വിമതൻ. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഉന്നത നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ സുധാകരന്റെ മനസ്സ് മാറ്റിയില്ല. ഒടുവിൽ പുന്നപ്ര പറവൂരിലെ വീട്ടിൽ മാധ്യമങ്ങളോട് തുറന്നു പറച്ചിൽ. രാഷ്ട്രീയ അനുഭവങ്ങൾ പറയുമ്പോൾ വൈകാരികത നിറഞ്ഞ വാക്കുകൾ. പിന്നാലെ ആലപ്പുഴയിലെ ഇപ്പോഴത്തെ നേതൃത്വത്തെ പറഞ്ഞെത്തിയപ്പോൾ വിമർശനത്തിന്റെ മൂർച്ചയേറി. സൈബർ ആക്രമണം ഉൾപ്പെടെ പാർട്ടിയോടുള്ള വിയോജിപ്പുകൾ G. സുധാകരൻ അക്കമിട്ട് പറഞ്ഞു. ഈ സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ച് പാർട്ടി അതിന് സജിച്ചറിയാറോട് സൈബറിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം തന്നെ സൈബറല്ലേ. പ്രചാരണത്തിൽ സർക്കാരിനെതിരെ ഒന്നും പറയില്ലെന്ന് G. സുധാകരൻ. പിണറായി വിളിച്ച് ആവശ്യപ്പെട്ടാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യത്തിൽ നിന്ന് സുധാകരൻ ഒഴിഞ്ഞുമാറി. പിണറായി വിജയൻ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണോ? അതായത് അത്രയും ആദരിക്കുന്ന നേതാവല്ലേ? അല്ല, ഇതൊക്കെ നിങ്ങളെ ആവശ്യമില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു. 24 ആലപ്പുഴ. പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച G. സുധാകരനെ വൈകാരിക വിഷയങ്ങൾ ഉയർത്തി നേരിടാനാണ് CPIM നീക്കം. വലതുപക്ഷത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അനുജൻ G. ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ വഞ്ചിച്ചാണ് സുധാകരൻ UDF പിന്തുണ സ്വീകരിക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിമർശനം. 7 പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടും വീണ്ടും മത്സരിക്കാനിറങ്ങുന്ന സുധാകരന് അധികാരക്കൊതിയാണെന്നും CPIM ആരോപിക്കുന്നു. ആലപ്പുഴയിലെ CPIMന്റെ ശക്തി ദൗർബല്യങ്ങൾ നന്നായി അറിയുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിയുന്ന G. സുധാകരനെ തളയ്ക്കാൻ പതിവ് ആയുധങ്ങൾ മതിയാകില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്ന G. സുധാകരനൊപ്പം അണികൾ കൂടി പോകുന്നത് ചെറുക്കലാണ് അടിയന്തര ദൗത്യമായി നേതൃത്വം കാണുന്നത്. രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന അമ്പലപ്പുഴയുടെ മണ്ണിലെ പാർട്ടി പ്രവർത്തകരെ വികാരപരമായി സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ഉയർത്തി പിടിച്ചു നിർത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. അതുകൊണ്ടാണ് രക്തസാക്ഷികളെ വഞ്ചിച്ചു എന്ന ആഖ്യാനം ചമയ്ക്കുന്നത്. ഇത് പാർട്ടിയെ ചതിച്ചതാ പച്ചയ്ക്ക്. ഒരിക്കലും ചതിക്കാൻ പാടില്ല. 60 6 ദിവസം പ്രവർത്തിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വേണമെങ്കിൽ നിർത്തി വീട്ടിൽ പോകണം. പാർട്ടിക്കെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ അർഹതയില്ല G. സുധാകരൻ. ഞാൻ തീർത്തു പറയുന്നു. 1982 മുതൽ 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച G. സുധാകരൻ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് UDF പിന്തുണയോടെ സ്വന്തമായി നിൽക്കുന്ന ആക്ഷേപവും പാർട്ടി അണികളെ വികാരം കൊള്ളിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകൾ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് G. സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അധികാരക്കൊതി, വർഗവഞ്ചന തുടങ്ങി തനിക്കെതിരെ വന്നേക്കാവുന്ന ആക്ഷേപങ്ങളെയെല്ലാം ഒരു മുഴം മുമ്പേ പ്രതിരോധിക്കുന്ന തരത്തിലായിരുന്നു G. സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം.
നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ജി സുധാകരനെ നേരിടാനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തും. കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ജി സുധാകരനിൽ നിന്ന് കടുത്ത ആക്രമണമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് പാർട്ടിയുടെ നീക്കം. 24 തിരുവനന്തപുരം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സറിയാൻ 24 ഡിജിറ്റൽ സർവേ. തെരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും. ജനമനസ്സറിയാൻ 24 നടത്തുന്ന അഭിപ്രായ സർവേയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പങ്കെടുക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ജനമനസ്സറിയുകയാണ് 24 ഡിജിറ്റൽ സർവേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും വിവാദ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടുകളും രേഖപ്പെടുത്തുകയാണ് അഭിപ്രായ സർവേയിലൂടെ 24. കേരളത്തിൽ ഭരണത്തിലെത്തുക ഏത് മുന്നണി, ആരാകും അടുത്ത മുഖ്യമന്ത്രി, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ, ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ വിവാദങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടറിയുകയാണ് സർവേയിലൂടെ. വോട്ടേഴ്സ് ആർക്കൊപ്പം നിൽക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് ട്രാക്കർ 24ന്റെ ഡിജിറ്റൽ സർവേ. സർവേയിൽ പങ്കെടുക്കാൻ QR കോഡ് സ്കാൻ ചെയ്യാം. മെഗാ ഡിജിറ്റൽ പോളിൽ പങ്കാളിയാകാം. ന്യൂസ് ഡെസ്ക് 24. SBI ജനറൽ ഇൻഷുറൻസിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രമുഖ നടൻ പങ്കജ് ത്രിപാഠി. പങ്കജ് ത്രിപാഠി SBI ജനറൽ ഇൻഷുറൻസിന്റെ പുതിയ പരസ്യചിത്രത്തിന്റെ മുഖവുമാകും. ചുനിയെ ഭരോസ അപ്നോസ എന്ന പേരിലാണ് പരസ്യചിത്രം. തന്റെ കുടുംബത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധാരണക്കാരൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ചുനിയെ ഭരോസ അപ്നോസ ക്യാമ്പയിനിലൂടെ SBI ജനറൽ ഇൻഷുറൻസ് ലക്ഷ്യമിടുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.